ലക്ഷ്യബോധം എങ്ങനെ നേടാം? പണ്ട് എൻ്റെ അയൽപ്പക്കത്ത് ഗോമതി എന്ന പേരുള്ളൊരു പശു ഉണ്ടായിരുന്നു. അപ്പോൾ നിത്യേന അവിടെ കറവക്കാരൻ വരികയും ആ പശുവിനെ കറക്കുകയും ചെയ്യും. ചിലപ്പോഴൊക്കെ ഞാൻ ആ കറവക്കാരൻ പശുവിനെ കറക്കുന്നത് കണ്ടിട്ടുണ്ട്, പാല് കറന്നെടുക്കുന്നത്. പക്ഷേ ഈ കറവക്കാരൻ ഈ പശുവിൻ്റെ അകിടിൽ നിന്നും പാല് കറക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടാവുക, ശല്യമാവുക കൊതുകടി. അപ്പോൾ കൊതുകടി അദ്ദേഹം കൊതുകിനെ അടിച്ച് ആ കൊതുകുകളെ ചീത്ത വിളിക്കുകയും പള്ളു പറയുകയും ചെയ്യുകയും ഒപ്പം തന്നെ പശുവിനെ പാല് കറക്കുകയും ചെയ്യും. അന്നേരം അവിടെ നമുക്കൊരു വലിയൊരു ഗുണപാഠമുണ്ട്. ഈ കൊതുക് എത്രമാത്രം പാല് സത്യത്തിൽ പശുവിൻ്റെ അകിടിൽ നിന്ന് അതിനെ കുടിക്കാൻ സാധിക്കും. പക്ഷേ കൊതുക് അതിന് വേണ്ടത് രക്തം മാത്രം. അത് മനുഷ്യനിൽ നിന്നാണെങ്കിലും ശരി തന്നെ, മറ്റേത് ജന്തുജാലങ്ങളിൽ നിന്നാണെങ്കിലും ശരി തന്നെ, കൊതുകിന് താല്പര്യം രക്തം മാത്രം. എന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് വേണ്ടുന്നത് വളരെ വ്യക്തമായ ലക്ഷ്യബോധം. എന്തു തന്നെ വന്നാലും ശരി തന്നെ അതിൽ തന്നെ നിലയുറച്ച് പ്രാക്ടിക്കലായിട്ട്, വളരെ പ്രായോഗികമായിട്ട് സ്റ്റേ ഫോക്കസ്ഡ്, ബി ഫോക്കസ്ഡ്. അത് നേടുന്നതിൽ കൊതുകിനെ നിങ്ങൾ മാതൃകയാക്കുക. അതിനാൽ ഇനി മുതൽ കൊതുക് കടിച്ചാൽ നിങ്ങൾ ഇത് ഓർക്കുക. അതുകൊണ്ട് കൊതുകിന് നന്ദി സമർപ്പിക്കുക. കൊതുക് കടിക്ക് നന്ദി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. ബി ഫോക്കസ്ഡ്, സ്റ്റേ ഫോക്കസ്ഡ്. താങ്ക്സ് ടു മോസ്കിറ്റോസ്.